ഹായ് ഹലോ, ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ചാവക്കാടുള്ള മറൈൻ വേൾഡിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണതാണ് കേട്ടോ. അങ്ങനെ ആ കാണാനും വേണ്ടി പോവാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ പല തരത്തിലുള്ള മീനുകളൊക്കെ ഉണ്ട്, പല വലുപ്പത്തിലും കളറിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഫ്ലാഷ് അലൗഡ് അല്ലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോ ഫിഷ് ടാങ്ക് ഇങ്ങനെ കാണുകയാണ്. പിന്നെ എന്നാൽ ഇതിലൊക്കെ മീനുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോ ഫിഷ് ടാങ്കാണ്. ഇങ്ങനെയൊക്കെ ഓരോരോ ടൈപ്പിൽ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ ഉള്ളിലത്തെ മീനുകളെയൊക്കെ കാണാൻ നല്ല ഭംഗിയായി തോന്നിട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ടിങ്ങനെ ഇതൊക്കെ ഓരോ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ. പല തരത്തിലായിട്ടുള്ള ഫിഷ് ടാങ്ക് ഉണ്ട് ഇവിടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ ടാങ്കുകളൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനും. ഇതിൻ്റെ ഉള്ളിലും തന്നെ വെള്ളം തന്നെ നല്ല ക്ലിയറാട്ടോ. കാരണം ഫുൾ ടൈം ഫിൽട്ടർ ചെയ്യുന്നതുകൊണ്ട് തന്നെ വെള്ളം നല്ല ക്ലിയറായി തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ മീനുകളെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. പല കളറിലും ആയതുകൊണ്ട് തന്നെ മീനുകളെ കാണാൻ നല്ല ഭംഗി തോന്നി. പിന്നെ ഇതൊക്കെയാണ് ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ, കൊട്ടാനം പോലെയൊക്കെ. പിന്നെ ഞങ്ങൾ ഈ ടാങ്ക് കണ്ടപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ മീനുകളൊന്നും ഒരു അനക്കൂല കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, ഇത് പ്ലാസ്റ്റിക് ആണോ ചോദിച്ചു. അപ്പോൾ ഇത് കേട്ടോ അവിടുത്തെ ചേച്ചി പറഞ്ഞാൽ ഇവിടെ ഫിഷ് ടാങ്കിൽ ഒരൊറ്റ പ്ലാസ്റ്റിക് മീനില്ല, ഒക്കെ ഒറിജിനലാണ്. പിന്നെ കുറേ സമയത്തിന് ശേഷം ഇതിങ്ങനെ ഇളകണുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിങ്ങനെ നോക്കിയിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ഈ മീനിനെ കണ്ടത്. പിന്നെ ഈ മീനിനെ കണ്ടപ്പോൾ ഇത് താഴെയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളെ സൗണ്ട് ഇതൊന്നും ഒരു കേൾക്കുകയൊന്നുമില്ല, കാരണം അത്രയ്ക്ക് തിക്നെസ് ആട്ടോ ഈ ഫിഷ് ടാങ്കിൻ്റെ ഗ്ലാസ്. പിന്നെ ഇതിൻ്റെ വായ മുതലൻ്റെ വായൻ്റെ പോലെയാണ്, നല്ല കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇതൊക്കെ കണ്ട് ഇതൊക്കെയാണ് നല്ല ഭംഗിയുണ്ട് ഓരോ ടാങ്കിലും. പിന്നെ നമുക്ക് അടിത്തട്ട് വരെ കാണുന്നുണ്ട്. അടിത്തട്ടും തന്നെ നല്ല വൃത്തിയായി നിൽക്കുന്നുണ്ട്. പിന്നെ ഓരോ മീനുകളെയും പിന്നെ അവിടുത്തെ നമുക്കൊരു നല്ല ഭംഗിയായി തോന്നിട്ടോ. പിന്നെ അതിനുശേഷമാണ് ഞങ്ങൾ ഈ ടാങ്ക് കാണുന്നത്. ഈ ടാങ്ക് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല അത്ഭുതമായി തോന്നിട്ടോ. കാരണം ഇതൊക്കെ ചെറിയ മീനുകൾ, നമ്മളതിൽ വലിയ മീനുകളാണ്. പക്ഷെ ഇതിലാറെ വലുപ്പമുള്ള മീനുകൾ കാണുമ്പോൾ ഇതൊന്നും വലുതായി തോന്നുന്നില്ല കേട്ടോ. കാരണം ഇതൊക്കെയാണ് അത്രയ്ക്ക് വലിയ മീനുകളാണ് ഇത്. പിന്നെ അപ്പം ഞങ്ങൾക്ക് ഓരോ സംശയം തോന്നിട്ടോ. കാരണം ഇത്രയും വലിയ മീനുകൾ ഈ ചെറിയ മീനുകളെ തിന്നൂലേ ചോദിച്ചു കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേച്ചിയൊന്നുമില്ല, ഒരിക്കലുള്ള ഫുഡൊക്കെ രാവിലെ കൊടുത്തിട്ടാണ് ഇത് ഓപ്പൺ ആക്കണമെന്ന് കേട്ടോ. പിന്നെ അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ. നമ്മൾ എന്ത് ചോദിക്കണേനും നല്ലതായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണെന്നൊക്കെ എല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിന്നിട്ടോ. പിന്നെ ഇവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോന്നും കാണണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ ചേച്ചിമാരായിക്കോട്ടെ താത്തമാരായിക്കോട്ടെ അടിപൊളിയാട്ടോ. നല്ല സപ്പോർട്ടായി നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട്, നമുക്ക് ഓരോന്ന്. പിന്നെ പറഞ്ഞാൽ നമുക്ക് എല്ലാം മനസ്സിലാക്കി തരുന്നുണ്ട്, നമ്മൾ ഓരോന്ന് ചോദിക്കണതിനനുസരിച്ചൊക്കെ. അങ്ങനെ നമുക്ക് നല്ല തൃപ്തിയാവും അവിടെ കാണാൻ ചെന്നാൽ. കാരണം നമുക്കൊരു ബോറടി ആയി തോന്നില്ല. ഞങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ. പിന്നെ അതിനുശേഷമാണ് അവിടുത്തെ ചേച്ചി വെച്ചത് ഈ വെള്ള ഒരു ഫിഷാണ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായി, അതൊരു ഫിഷാണോ, അതൊരു കടലത്തെ ഫിഷാണ് കേട്ടോ. ഞാനിന്ന് ഇതുവരെ കണ്ടില്ല, ഫോട്ടോ കണ്ടു. പിന്നെ പറഞ്ഞാൽ ഇഷ്യൂ പറഞ്ഞു ആമനെ കണ്ടില്ല പറഞ്ഞു. അപ്പോൾ ആമ എന്താണെന്നൊക്കെ പറഞ്ഞാണ്ട് ഇഷ്യൂന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ, ഇതൊക്കെ ഇങ്ങനെയാണ് ആമ വരുന്നത് ഇതാണെന്നൊക്കെ പറഞ്ഞാണ്ട്. പിന്നെ അതിനുശേഷമാണ് ഞങ്ങൾ മസാജ് സെൻ്റർക്ക് എത്തിട്ടോ. ഇവിടെ നമുക്ക് ഇരുന്ന് കാണ്ട് മസാജ് ചെയ്യട്ടോ. മസാജ് ചെയ്യാന്നാൽ മീനുകൾ നമ്മളെ കാൽമ വന്നിക്കാണ്ട് ഇങ്ങനെ എക്ലിപ്പെടുത്തിട്ടോ. അപ്പോൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഞാൻ മടിച്ചിട്ടോ. ഇഷ്യും ഹസ്ബൻഡ് ഇരുന്നിട്ടോ. പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഓല് ഇരിക്കണുണ്ടപ്പോൾ ഞാനും ഇരുന്ന് കൊടുത്തിട്ടോ. പക്ഷേ ഞാൻ കുറച്ചേരം ഇരുന്നതിന് ശേഷം എനിക്കിങ്ങനെ മീനുകളിങ്ങനെ എക്ലിപ്പെടുത്തുന്നുണ്ടപ്പോൾ ഒരു ഗതികേടായി തോന്നിട്ടോ. ഇഷ്യൂ അതേപോലെ പെട്ടെന്ന് എണീച്ച് പോന്നിട്ടോ. പിന്നെ ഹസ്ബൻഡ് കുറേ സമയം ഇരുന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ നോക്കി. ഞാൻ പിന്നെ അവിടെയൊക്കെ നോക്കി കണ്ടതിന് ശേഷമാണ് ഇത് കണ്ടത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നിങ്ങനെ കാണാണ്. അപ്പോഴാണ് ഇഷ്യൂ പിന്നെ എന്നോടിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഓരിങ്ങനെ ഓരോന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കണ്ടു വന്നപ്പോഴാണ് അവിടെ ഒരു ആളെ കണ്ടത്. ഇഷ്യൂ ഇങ്ങനെ കാട്ടി കൊടുക്കണം. ആണ്ടൊക്കെ അതിൻ്റെ ഉള്ളിലൊരാളാണ്. അപ്പോൾ ഇഷ്യൂനെ കണ്ടപ്പോൾ അത്ഭുതമായിട്ട് അമ്മ ഇതിൻ്റെ ഉള്ളിൽ, കാരണം അത്രക്കും വലിയ മീനുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരാണെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഓളിങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ചേച്ചിമാരിങ്ങനെ പറഞ്ഞു തരാണ് നമുക്ക്. അപ്പോൾ സ്കൂബ ഡൈവിൻ്റെ ടീമാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ വലിയ മീനല്ലത്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ നിൽക്കുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ ചേച്ചിയാണ് 2 മണിക്കൂർ ഒരാൾ 2 മണിക്കൂർ. പിന്നെ അതിന് ശേഷമാണ് ഇത് ഒരിക്കലിങ്ങനെ ഇഷ്യൂ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാട്ടി കൊടുക്കും കേട്ടോ. അതിനനുസരിച്ച് അയാളിങ്ങനെ കാണിച്ചു തരാണ് ഓരോന്നിങ്ങനെ. അപ്പോൾ ഇഷ്യൂനിങ്ങനെ ത്രില്ലടിച്ചാണ് ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ. ഇയാളും തന്നെ ഓരോന്നിങ്ങനെ കാണിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഇഷ്യൂ കണ്ടില്ലേ അങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അയാളും അതേമാതിരി ഇങ്ങനെ കാണിച്ചാണ്. അയാൾക്ക് നല്ല ത്രില്ലടിച്ച് ഇങ്ങനെയൊക്കെ. ഇഷ്യൂനും തന്നെ കണ്ടിട്ട് അത്ഭുതമായി, കാരണം അത്രയും വലിയ മീനുകളുടെ അടിയിൽ അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു ഇത് 2 മണിക്കൂർ ഒരാൾ നിൽക്കും, പിന്നെ അതിനുശേഷം വേറൊരാൾ നിൽക്കും. പിന്നെ
ഓല് അതിനനുസരിച്ചൊക്കെ എക്സ്പീരിയൻസ് ആയതാണ് കേട്ടോ. കാരണം ഇത്രയും വലിയ മീനുകളുടെ അടിയിലൊക്കെ ഇങ്ങനെ പിന്നെ അയാളിങ്ങനെ കുറേ സമയം ആ മീനുകളെ ഒപ്പം ഇങ്ങനെ നീന്തിയൊക്കെ കണ്ടിട്ടോ. ഓർക്കും തന്നെ നമ്മൾ കണ്ടു കയറിനപ്പോൾ നല്ല ഇൻട്രസ്റ്റ് കൂടി. അങ്ങനെ അയാൾ ഒപ്പത്തിനൊപ്പം നീന്തിയൊക്കെ ചെയ്യാണ്. അങ്ങനെ കാണാനും തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്കും തന്നെ ഭയങ്കര അത്ഭുതമായി തോന്നുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഈ കൊടുത്തോന്ന്. അപ്പോൾ എനിക്കൊരു ഗതിയോട് കേട്ടോ കൊടുക്കാൻ. അപ്പോൾ ഹസ്ബൻഡ് കൊടുത്തപ്പോൾ പറയണേ മീനുകൾക്കൊന്നും കണ്ണില്ല എന്നൊക്കെ പറയണ്ടേ. പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അധികം തന്നെ ഓറഞ്ച് കളറായിട്ട് തന്നെ നല്ല ഭംഗിയായി തോന്നിട്ടോ. കുറേ ഇങ്ങനെ കണ്ടപ്പോഴേ മീനുകളും തന്നെ നമ്മൾ കൈ നീട്ടിനനുസരിച്ച് ഒന്നായിട്ട് വരികയാണ്. പിന്നെ ഒരു സങ്കടം തോന്നി, കണ്ണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സങ്കടമായി തോന്നിട്ടോ. പിന്നെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇങ്ങനെ പോരാൻ തോന്നില്ല. കാരണം മീനിൻ്റെ കളറ് കണ്ടുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പോരാൻ തോന്നണില്ല. നല്ല ഭംഗിയായി തോന്നിയിട്ട് മീനിനെയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ കണ്ട് അവിടെ നിന്നൊക്കെ എല്ലാം ഇങ്ങനെ കണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്നിക്കാണ്ട് പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങാണ് കേട്ടോ. പുറത്തിറങ്ങിയാണ്ട് പിന്നെ ഞങ്ങൾ ആദ്യം അവിടെ ഇങ്ങനെ മുറ്റൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തില്ല. അല്ലാണ്ട് അവിടുത്തെ സ്റ്റാഫ് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ.